വെൽക്കം ടു ദ ഡേ 2 ഓഫ് അവർ സ്റ്റേക്കേഷൻ വ്ളോഗ്. ഈ റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ കാണുന്ന റൂമിലാണ് അച്ഛനും അമ്മയൊക്കെ താമസിച്ചിരുന്നത്. വന്ന പാടെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പോയിട്ട് പൂളിലേക്ക് ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കണം, കാരണം ബാക്കിയുള്ള റൈഡ്സൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ആക്സസ് ഉള്ളത് പൂളിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പൂളിൽ ഇറങ്ങി. പിന്നെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കാണ് വീണ്ടും നമ്മൾ കുളിച്ച് ഫ്രഷായി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി നേരെ നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനുകളിൽ ഈ ഡിന്നറും പിന്നെ കുറച്ചധികം വർത്താനവും കറക്കവും ഒക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഒരു വലിയ ഫാമിലി ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും. ചപ്പാത്തിയും പൊറോട്ടയും ദോശയും ആലു പറാത്തയും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, അതുപോലെ തന്നെ ചിക്കൻ്റെയും ഫിഷിൻ്റെയും വെജിറ്റബിൾ കറീസിൻ്റെ ഒക്കെ പല വെറൈറ്റീസ്, അങ്ങനെ എല്ലാം കൂടെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് കുറേ അധിക സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചു. ഒരു ധൃതി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി. ക്രിസ്മസിൻ്റെ ടൈമിൽ ചെന്നതുകൊണ്ട് തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചധികം നടന്നിട്ട് എല്ലാവരുടെയും റൂമിലൊക്കെ പോയി നോക്കി എല്ലാവരും സെറ്റാണോ എന്നുള്ളത്. അങ്ങനെ റൂമിലൊക്കെ പോയി ചെക്കൊക്കെ ചെയ്ത് ഞങ്ങളും കുറച്ചധികം സമയം കറങ്ങി നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അന്നത്തെ ദിവസം അത്ര ഉണ്ടായിരുന്നു. നമുക്ക് പാർട്ട് 3 കാണാം.